ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം 2023 മാർച്ചിൽ നടന്ന ചോദ്യപേപ്പറാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യങ്ങൾ മുതൽ വരുന്നത് 10 ചോദ്യം വരെ വരുന്ന കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. അപ്പം എന്താണ് ഒന്നാമത്തെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്താണെന്ന്. ഇവിടെ ഹലീമ റളിയല്ലാഹു അൻഹു, ഹദീജ റളിയല്ലാഹു അൻഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്താണ്? ആമിന ബീവി. ആമിന ബീവി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അപ്പോൾ നമുക്കത് ശരി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹലീമ പോറ്റുമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയതാണ് ഹലീമ. ഹദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അടുത്ത രണ്ടാമത്തത്, എൻ്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് കൊള്ളക്കാരോട് സത്യം പറഞ്ഞു. ആരാണ്? എൻ്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന് കൊള്ളക്കാരോട് സത്യം പറഞ്ഞത് ആരാണ്? ഷെയ്ഖ് ജീലാനി. ഷെയ്ഖ് ജീലാനി ആണ് റളിയല്ലാഹു അൻഹു ആണ് കൊള്ളക്കാരോട് സത്യം പറഞ്ഞത്. എൻ്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ടെന്ന് കൊള്ളക്കാരോട് സത്യം പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സുബ്ഹാന റബ്ബിൽ അഅല. സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. എപ്പോഴാണ് റബ്ബിൽ അഅല എന്ന് 3 തവണ ചൊല്ലേണ്ടത്? എഴുത്തിദാലിലാണോ, റുകൂയിലാണോ, സുജൂദിലാണോ എന്നാണ്. ഏതിലാണ്? സുജൂദിലാണ് സുബ്ഹാന റബ്ബിൽ അഅല എന്ന് 3 തവണ ചൊല്ലേണ്ടത്. എഴുത്തിദാലിൽ എന്തായിരുന്നു? റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. റുകൂയിൽ എന്താണ്? സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി. ഇവിടെ അഅല എന്നുള്ളിടത്ത് അലീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. അപ്പോൾ ഇനി റിവിഷനായിട്ട് ഇത് പഠിക്കുന്നവരൊക്കെ അതും കണക്കാക്കി വേണം പഠിക്കാൻ. സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. ഏതിലാണ് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ റുകൂയിലാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ സുജൂദിലാണ് ശരിയായ ഉത്തരം. അടുത്തത്, നന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും. എന്താണ് അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് നൽകുക? സ്വർഗം. സ്വർഗമാണ് അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് നൽകുക. അപ്പോൾ ഇതുപോലെ തിരിച്ച് വേറെ ചോദ്യം തരും. തിന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും എന്ത്? നരകം. തിന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും നരകം. അടുത്തത്, 2ാം റക്അത്തിൽ എഴുത്തിദാലിൽ കുനൂത്ത് ഓതേണ്ട നിസ്കാരം. 2ാം റക്അത്തിൽ എഴുത്തിദാലിൽ കുനൂത്ത് ഓതേണ്ട നിസ്കാരം ഏതാണ്? മഗ്രിബ് നിസ്കാരത്തിലാണോ, ളുഹർ നിസ്കാരത്തിലാണോ, സുബ്ഹിയിലാണോ? നമ്മൾ എന്താണ് പഠിച്ചത് പാഠഭാഗത്തിൽ? 2ാം റക്അത്തിൽ എഴുത്തിദാലിൽ ഇമാമ് കുനൂത്ത് ചൊല്ലി. ഏത് നിസ്കാരത്തിലായിരുന്നു? സുബ്ഹ്. സുബ്ഹ് നിസ്കാരത്തിലാണ് 2ാം റക്അത്തിൽ എഴുത്തിദാലിൽ കുനൂത്ത് ചൊല്ലിയത്. സുബ്ഹ് നിസ്കാരം. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത്, ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 4 എണ്ണമാണ്, 5 എണ്ണമാണ്, 6 എണ്ണമാണ്. എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. നമ്മൾ പഠിച്ചതല്ലേ? അർക്കാനുൽ ഈമാന് സിത്ത. അർക്കാനുൽ ഈമാന് സിത്ത. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5. അപ്പോൾ ഇവിടെ ഇതുപോലെ വേറെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങൾ എത്ര എന്ന് പറഞ്ഞാൽ 5 എണ്ണം എന്നുള്ളിടത്താണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണ്? തിങ്കളാഴ്ച. ഇവിടെ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച, തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. ക്രിസ്തു വർഷം 571. 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. തിങ്കളാഴ്ച പുലരിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് നമ്മൾ പഠിച്ചു. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിക്ക് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച എന്നെഴുതാം. അടുത്തത്, ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, നടക്കണം, ഇരിക്കണം. എന്താണ്? ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം.
നമ്മൾ പഠിച്ചതാണ് പാഠത്തിൽ. എന്താണ്? അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. നാം അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ അനുസരിക്കണം, അവരുടെ മുന്നിൽ അതബോടെ ഇരിക്കണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അടുത്തത് നമുക്ക് കളിക്കാം എന്നാണ് അർത്ഥം. കളിക്കാം എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്, രണ്ടാമത്തെ പാഠത്തിലത്തെ ആ പാഠത്തിൽ പറയുന്നുണ്ട്. നഹ്വൽ മദ്രസ എന്ന പാഠത്തിൽ നമുക്ക് കളിക്കാം. എന്താണ്? നൽ അബ് നമുക്ക് കളിക്കാം. നംറഹു നമുക്ക് ഉല്ലസിക്കാം. നമുക്ക് ഉല്ലസിക്കാം. നജ്ലിസു നമുക്ക് ഇരിക്കാം. അപ്പോൾ ആ പാഠത്തിൻ്റെ തദ്രിഭാഗത്തിൽ നക്റഉ നഫ്ഹമു ഭാഗത്തിൽ ആ പാഠത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളുടെ ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ നമുക്ക് ആ ഭാഗം പഠിച്ചാലാണ് നന്നായിട്ട് എഴുതാൻ കഴിയാം. മൽ അബ് കളിസ്ഥലം. നഅ്കുൽ നമുക്ക് തിന്നാം. നൽ അബ് നമുക്ക് നഅ്ലമു നമുക്ക് അറിയാം. നഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. നദ്റുസു നമുക്ക് പഠിക്കാം. നർക്കഉ നസ്ജുദു നമുക്ക് നിസ്കരിക്കാം. അപ്പോൾ ആ പാഠത്തിൻ്റെ തദ്രിഭാഗത്ത് നന്നായി മനസ്സിലാക്കുക. അവിടെ ഉണ്ട് നഖ്റഉ വനഫമു എന്നിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള, അതിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് ജാബിറുൻ വലതുൻ. ഇതിൻ്റെ ബാക്കി ജാബിറുൻ വലതുൻ സാലിഹുൻ. ജാബിറുൻ വലതുൻ സാലിഹുൻ. അപ്പോൾ ആൺകുട്ടിയാണ്. പെൺകുട്ടീൻ്റെതാണെങ്കിൽ ഫാത്തിമ താ വരും. അപ്പോൾ സോലിഹത്തുൻ. മനസ്സിലായില്ല? ഫാത്തിമ പെൺകുട്ടിയുടെ പേര് വരുമ്പോൾ താ വരും. നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാത്തിമ ബിന്തുൻ സോലിഹത്തുൻ. ഫാത്തിമ പെൺകുട്ടീൻ്റെ പേര് വരുമ്പോൾ ഫാത്തിമ താ വരും, ഹത്താ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫാത്തിമ ബിന്തുൻ സോലിഹത്തുൻ താ വരും. അപ്പോൾ പെൺകുട്ടീൻ്റെ പേരാണെങ്കിൽ താ വരുന്നത് സോലിഹത്തുൻ. ആൺകുട്ടിൻ്റെ പേരാണെങ്കിൽ ആ താ വരൂലാണ്ടില്ല. ജാബിറുൻ വലതുൻ സോലിഹുൻ. അപ്പോൾ അത് മനസ്സിലാക്കട്ടെ എല്ലാവരും. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ഒന്ന്, സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ. അതിൻ്റെ ഇവിടുന്ന് ആൽഫബറ്റിക് തിരഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് എഴുതണം. സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ എന്തായിരുന്നു? അൽ വാലിദാനി ബാബൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. അൽ വാലിദാനി ബാബൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. അപ്പോൾ മാതാപിതാക്കൾ. അപ്പോൾ അതിൻ്റെ ഡി എന്ന നമ്പർ നമുക്ക് ലെറ്റർ ഇവിടെ പോകേണ്ട എഴുതാം. സ്വർഗത്തിൻ്റെ 2 വാതിലുകൾ, മാതാപിതാക്കൾ. അടുത്തത് അറിവ് പഠിപ്പിച്ചു തരുന്നവർ. ആരായിരുന്നു? ഉസ്താദുമാരാണ്. ആരാണ് ഉസ്താദുമാരെന്ന് ചോദിച്ചാൽ അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. അപ്പം അതിൻ്റെ എ നമുക്ക് അവിടെ എഴുതാം. അടുത്തത് എല്ലാം അറിയുന്നവൻ ആരാണ്? അള്ളാഹു. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പറയുന്നില്ലേ, എല്ലാം അറിയുന്നവൻ അള്ളാഹു തആല. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് കഅബ സംരക്ഷിക്കാൻ അള്ളാഹു തആല അയച്ചു. ആരെയാണ് അയച്ചത്? പക്ഷികളെ. ചുട്ടുപഴുത്ത കല്ലുമായി അബാബീൽ പക്ഷികൾ വന്നു. അപ്പോൾ പക്ഷികൾ എന്നപ്പോൾ ഇപ്പം ഈ നമുക്ക് അവിടെ എഴുതാം. ഈ നബിദിനം ആഘോഷിക്കുന്നു. ആരാണ് നബിദിനം ആഘോഷിക്കുന്നത്? ലോക മുസ്ലിംകൾ. നബിദിനം ആഘോഷിക്കുന്നു. ലോക മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ സി അതിൻ്റെ നേരെ എഴുതാം. സി. അടുത്തത് പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കണം. അസ്സലാമു അലൈന വഅലാ ഡാഷ് സോലിഹീൻ. അത്തഹിയാത്തിലുള്ളതല്ലേ. അപ്പം അതിലെ ഇടയിലെ ഭാഗം വിട്ടിട്ടാണ് തന്നത്. എന്താണ്? അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സോലിഹീൻ. അപ്പോൾ ഇതുപോലെ അത്തഹിയാത്തിലെ ബാക്കി ഭാഗങ്ങളും ഡാഷ് ഇട്ടിട്ട് തന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ അത്തഹിയാത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് അല്ലാഹുമ്മ ഫ്തഹ്ലി ഡാഷ് റഹ്മത്തിക. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക. നമ്മൾ പാഠത്തിൻ്റെ അടിയിൽ വന്ന ഒരു ബോക്സാണ് അബ്വാബ് റഹ്മത്ത് എന്ന പാഠഭാഗം. ആ പാഠത്തിൽ
പറയുന്നുണ്ട്. അല്ലാഹുമ്മ അബ്വാബ റഹ്മതിക, പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റിലുള്ള ഒരു ഇത് കുറഞ്ഞ ഭാഗമാണ് പറഞ്ഞത്. പള്ളിയിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലി വലത് കാൽ വെച്ച് പള്ളിയിൽ കയറണം, മസ്ജിദിൽ കയറണം. അപ്പം അതിൽ ഇടയിൽ നിന്ന് വിട്ടിട്ട് തന്നതാണ്. അപ്പം അതിൽ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരുന്നുണ്ട്, എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അപ്പം അതും അതുപോലെ ഡാഷ് ഇട്ടിട്ട് എഴുതാൻ കഴിയണം. പിന്നെ ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. അപ്പം അതൊക്കെ ആ ദിക്റൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഖുർആൻ ഹിഫ്ള് എക്സാമിന് ദിക്റുകളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കട്ടോ. അതിലൊക്കെ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ടാണ് എഴുതാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എഴുതാം. പിന്നെ കിതാബത്ത് എക്സാമിന് അതിനും എഴുതാൻ വരും. അടുത്തത് നോക്കൂ, റബ്ബിർ ഹംഹുമാ കമാ ഡാഷ് സൈറ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സൈറ, കമാ റബ്ബയാനി സൈറ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ അതും ഡാഷ് ഇട്ടിട്ടാണ് തന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത കുനൂത്ത് എന്നൊരു ചെറിയ ഭാഗമാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. അപ്പോൾ അവിടെ ഹ്ദിനി എന്നുള്ള നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുനൂത്ത് എന്നുള്ള ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ തന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ കുനൂത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അസ്സലാത്തു ഇമാദുദ്ദീൻ. അസ്സലാത്തു ഇമാദുദ്ദീൻ അതിൻ്റെ അർത്ഥമാണ് നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നമ്മൾ പാഠത്തിൻ്റെ അടിയിൽ വന്ന ഒരു ബോക്സിലുള്ള ഇതാണിത്. അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അപ്പോൾ അത് ഡാഷ് ഇട്ടിട്ട് തന്നത് അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കാം. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഞാനൊന്ന് ഉണർത്തട്ടെ. ഇത് റംളാൻ മാസമാണ് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചത് കാരണമാണ് എത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല, 15 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അടുത്ത എക്സാമിൻ്റെ റിവിഷനോടനുബന്ധിച്ചൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ അവർക്ക് പേഴ്സണലി ഇങ്ങനെ ഓരോരുത്തർക്കും വാട്സപ്പിൽ അയക്കുന്നതിന് പകരം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഈ റമളാൻ മാസമായിട്ടും ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ കമൻ്റായിട്ടോ ഒന്ന് ലൈക്കായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക. മിനിയാന്നൊക്കെ ചെയ്ത വീഡിയോ 300 ആൾ കണ്ടുകണം, വെറും 5 പേരൊക്കെയാണ് ലൈക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ കരുതുന്നു ഇത്രയൊക്കെ ആവശ്യക്കാരുണ്ടായിട്ടും ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ചെയ്തിട്ടും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നലാണ് എനിക്ക്. മനസ്സിന് വല്ലാത്തൊരു വേദനയാണത്. അല്ലാതെ ഞാനിതിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നതെന്ന് പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഒരു ലൈക്കെങ്കിലും അറിയിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഉപകരിക്കുന്ന രീതിയിൽ അവർക്ക് ഒന്ന് അറിയിച്ചു കൊടുക്കുക അങ്ങനൊരു ക്ലാസ് ഉള്ളത്. അത്രയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നതാര്? എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നതാരാണ്? അല്ലാഹു തആല. അപ്പോൾ നമുക്ക് അല്ലാഹു തആല എന്ന് എഴുതണം. അടുത്തത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയി. എവിടേക്കാണ് പോയത്? ബാഗ്ദാദിലേക്കാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയത്. ബാഗ്ദാദ് എന്ന് എഴുതണം. അടുത്ത ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? 4 റക്അത്ത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൽ പഠിച്ച സുബ്ഹിയാണ്. സുബ്ഹി നിസ്കാരം എത്ര റക്അത്താണെന്ന് ചോദിച്ചാൽ 2 റക്അത്ത്.
അങ്ങനെ എഴുതണം. അതുപോലെ മഗ്‌രിബ് എത്ര റക്അത്താണെന്ന് ചോദിച്ചാൽ 3 റക്അത്ത്. അപ്പോൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന മറ്റു ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത്, നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേരെന്ത്? എന്തായിരുന്നു? അൽ അമീൻ, സത്യസന്ധൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാരെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു. അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ വിളിച്ചത്. വിദ്യാർത്ഥി എന്നതിൻ്റെ അറബി പദം. വിദ്യാർത്ഥി എന്നതിൻ്റെ അറബി പദം തോലിബ്. വിദ്യാർത്ഥി എന്നതിൻ്റെ അറബി പദം തോലിബ് എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അധ്യാപകൻ എന്നതിൻ്റെ മുഅല്ലിമുൻ. അടുത്തത്, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഏതാണ്? അന്ത്യനാളിൽ വിശ്വസിക്കുക. അപ്പോൾ ആ പാഠത്തുനിന്ന് എല്ലാ ചോദ്യവും ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തേതേത്, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതേത്, ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേതേത്, നാലാമത്തേതേത്, ആറാമത്തേതേത്, ഈമാൻ കാര്യങ്ങൾ 6. അപ്പം അത് 6ഉം ഇങ്ങനെ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ എഴുതി പഠിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ആറാമത്തേത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക. നാലാമത്തേത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. ഒന്നാമത്തേത് ചോദിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക. 2 ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. അപ്പം അതങ്ങനെ ഓർഡറിൽ തന്നെ അത് മനസ്സിലാക്കി പഠിക്കണം. നമ്പർ മാറിപ്പോവരുത്. 1, 2, 3. നമ്മൾ 6 ആയാൽ പോരെന്ന് വെച്ചാൽ 6 എഴുതിയാൽ പോരാ. അത് ആ ഓർഡർ തന്നെ പഠിക്കണം. അടുത്തത്, വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതായിരുന്നു? അബൂബക്കർ റഹ്മത്ത് എന്ന പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഹറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അപ്പോൾ നന്നായി എഴുതാനും പഠിക്കണം കേട്ടോ. അതുപോലെ അതിലെല്ലാ ദിക്റും പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള ദിക്റൊക്കെ അതുപോലെ എഴുതി പഠിക്കണം എല്ലാവരും കേട്ടോ. അടുത്ത, നിസ്കാരത്തിൽ സലാം വീട്ടേണ്ടത് എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സലാം വീട്ടേണ്ടത്. അടുത്തത്, ഗുഹയിൽ കുടുങ്ങിയവർ രക്ഷപ്പെടാൻ എന്തു ചെയ്തു? ഗുഹയിൽ കുടുങ്ങിയവർ എന്താ ചെയ്തത്? അവർ മുൻപ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്തിൽ നമ്മൾ ചോദ്യം എഴുതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? ഹൽ തബിഊനി ഷാത്തൻ. ഇത് ആരോട് ചോദിച്ചു? ആരോടാ ചോദിച്ചത്? ദാ ഉമർ റളിയല്ലാഹു അൻഹു ഉലാമൻ. നമ്മൾ പാഠത്ത് പഠിച്ചു. അല്ലാഹു യഅരിഫു, അല്ലാഹു അറിയാം എന്ന പാഠത്ത് നമ്മൾ പഠിച്ചു. ദാ ഉമർ റളിയല്ലാഹു അൻഹു ഉലാമൻ. ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു. അപ്പം അങ്ങനെ എഴുതിയാൽ മതി, അറബിയിൽ എഴുതണ്ട. ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോടാണ് ചോദിച്ചത്. വഖാല ചോദിച്ചു. ഹൽ തബിഊനി ഷാത്തൻ, ഇതിനെ വിൽക്കുമോ? മനസ്സിലായില്ലേ? അപ്പം അത് അറബി മലയാളത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോടാണ് ചോദിച്ചത് എന്ന് എഴുതിയാൽ മതി. അപ്പം ഇതിൽ നിന്ന് പിന്നെ ഒരു ഹാദാലി സയ്യിദി, ഇതാരാണ് പറഞ്ഞത്? ഉലാം, കുട്ടിയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കുട്ടി പറഞ്ഞു, ഹാദാലി സയ്യിദി, ഇത് എൻ്റെ യജമാനൻ്റേതാണെന്ന് കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ വരാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ പാഠത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം ചോദ്യ പേപ്പറിൽ ഈ വർഷം വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യത്തിൽ കൂടുതൽ ചോദ്യങ്ങളും നമ്മൾ മുൻകഴിഞ്ഞ വർഷത്ത് ചെയ്ത ചോദ്യ പേപ്പറിൻ്റെ മോഡലിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അപ്പോൾ പഠിച്ചവർക്കൊക്കെ എല്ലാവർക്കും നല്ല സുഖമായി എഴുതാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊന്നും രണ്ടാമതോ കേട്ട് കട്ട് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരുപാട് തിരക്കുകളുണ്ട്.
അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരുത്തി അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇനി കാണാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, പൊരുത്തപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.